റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചില വ്യക്തികളുടെ സാക്ഷ്യം, ഇപ്പം നമ്മളൊക്കെ രണ്ടുപേരുടെ സാക്ഷ്യം സ്വീകരിക്കേണ്ടത് റസൂൽ എന്ത് ചെയ്തിട്ടുണ്ട്? ഒരാളുടെ സാക്ഷ്യം തന്നെ രണ്ടാളുടേതായിട്ട് പരിഗണിച്ചിട്ടുണ്ട്. ഇതൊക്കെ റസൂലുള്ളാഹിക്ക് പ്രത്യേകമായിട്ടുള്ളത് എന്താ? പ്രവൃത്തിയാണ്. ഇത്തരം പ്രവൃത്തികളെ സംബന്ധിച്ചിടത്തോളം അതിൽ റസൂലുള്ളാഹിനെ നമ്മൾ അനുധാവനം ചെയ്യാൻ പാടുള്ളതല്ല. അതിൽ നമുക്ക് എന്തില്ല? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പിൻപറ്റൽ ഇല്ല. അത് റസൂലുള്ളാഹിക്ക് പ്രത്യേകമായ പ്രവൃത്തികളാണ്. മൂന്നാമതൊരു പ്രവൃത്തി റസൂലുള്ളാഹിന്റെ പ്രവൃത്തികളുമായി ബന്ധപ്പെട്ടിട്ടുണ്ട്. ഇബാദത്ത് ആയ പ്രവൃത്തികളും റസൂലുള്ളാഹിക്ക് പ്രത്യേകമായ പ്രവൃത്തിയും അല്ലാതെ മൂന്നാമതൊരു പ്രവൃത്തി, അതാണ് റസൂലുള്ളാഹിന്റെ ജിബില്ലിയായ പ്രവൃത്തികൾ. അൽ അഫ്ആലുൽ ജിബില്ലിയ എന്ന് പറയും. നൈസർഗിക പ്രവൃത്തികൾ, തിന്നുക, കുടിക്കുക, ഉറങ്ങുക തുടങ്ങിയതായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പ്രവൃത്തികൾ. ഈ പ്രവൃത്തികളിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അനുധാവനം ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട് പണ്ഡിതന്മാർ ഉണർത്തുന്നത് കേവലം റസൂലുള്ളാഹിന്റെ ഇത്തരം പ്രവൃത്തികൾ അതിൽ നമ്മൾ ഇബാദത്തുകളിൽ അനുധാവനം ചെയ്യുന്നത് പോലെ അനുധാവനം ചെയ്യുക എന്നുള്ളതല്ല. പിന്നെയോ തിരുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പ്രവൃത്തികൾക്കപ്പുറം ഒരു കൽപ്പന കൊണ്ട് നമ്മളെ റസൂലുള്ളാഹ് നമുക്ക് കൂടി അത് ബാധകമാക്കുമ്പോഴാണ് അതിൽ അനുധാവനം. കേവലം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തിന്നു, കുടിച്ചു, അല്ലെങ്കിൽ ഉറങ്ങി തുടങ്ങി, വസ്ത്രം ധരിച്ചു തുടങ്ങിയതായ കേവല പ്രവൃത്തിയിൽ അതിൽ അനുധാവനം ഇല്ല. പിന്നെയോ പ്രവൃത്തിക്കപ്പുറം റസൂലുള്ള ഒരു കൽപ്പന കൊണ്ട് നമ്മൾ കൂടി എന്ത് ചെയ്യണം? അത് ബാധകമാക്കണം. ഇപ്പോൾ ഏതുപോലെ ഉദാഹരണത്തിന് വെള്ള വസ്ത്രം ധരിക്കൽ സുന്നത്താണ്. എന്തുകൊണ്ട്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വെള്ള വസ്ത്രം ധരിച്ചു എന്നുള്ളത് കൊണ്ട് മാത്രമല്ല. പിന്നെയോ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വെള്ള വസ്ത്രം ധരിക്കുകയും പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മളോട് പറഞ്ഞു, നിങ്ങൾ വസ്ത്രങ്ങളിൽ വെള്ള ധരിക്കുക, നിങ്ങളിൽ മരിച്ചവരെ വെള്ളയിൽ നിങ്ങൾ കഫൻ ചെയ്യുകയും ചെയ്യും. അപ്പോൾ കേവലം പ്രവർത്തിച്ചു എന്നുള്ളതല്ല, അതിനെ പ്രവർത്തിക്ക് അപ്പുറം റസൂലുള്ളാഹ് നമുക്ക് കൂടി അതൊരു കൽപ്പന കൊണ്ട് ബാധകമാക്കി എന്നുള്ളതാണ്. ഇങ്ങനെ നൈസർഗിക പ്രവൃത്തികൾ അഥവാ തിന്നുക, കുടിക്കുക, ഉറങ്ങുക, വസ്ത്രം ധരിക്കുക തുടങ്ങിയതായ പ്രകൃതിദത്തമായിട്ടുള്ള നൈസർഗിക പ്രവൃത്തികളിൽ കേവലം പ്രവാചകന്റെ പ്രവൃത്തി പോരാ, അതിനപ്പുറം ഒരു കൽപ്പന കൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമുക്ക് കൂടി അത് ബാധകമാക്കണം. അപ്പോഴാണ് അതിലെന്ത്? അനുധാവനം. തിരുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ അനുധാവനം ചെയ്യൽ അത് ബാധ്യതയാവുക എന്നുള്ളതാണ്. ചില സഹാബികൾ കേവല പ്രവൃത്തിയിൽ തന്നെ റസൂലുള്ളാഹിനെ അനുധാവനം ചെയ്യണമെന്ന് മനസ്സിലാക്കിയിരുന്നു. ഇപ്പൊ ഇബ്നു ഉമർ റളിയല്ലാഹു തആല അൻഹു പോലുള്ള സഹാബികൾ. പക്ഷേ ഇബ്നു ഉമർ റളിയല്ലാഹു തആല അൻഹു അതുകൊണ്ടാണ് അദ്ദേഹം പ്രത്യേകം ചില ചുവടുകൾ ഒപ്പിച്ച് മദീനയിൽ ഒക്കെ നടക്കുമായിരുന്നു. റസൂൽ അങ്ങനെ നടക്കണത് ഞാൻ കണ്ടിട്ടുണ്ട്. അതേപോലെ തന്നെ ചില പ്രത്യേക സ്ഥലങ്ങളിൽ ഹജ്ജിന്റെ ഉംറയുടെയും വേദിയിൽ എല്ലാവരും പോകുന്ന വഴിയിലൂടെ പോകാതെ ചില കുറുക്ക് വഴികളെ നോക്കി ഇബ്നു ഉമർ പോകുമായിരുന്നു. റസൂൽ ഇതിലൂടെ പോകുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. അതുപോലെ ചില ഇടങ്ങളിൽ എത്തിയാൽ അദ്ദേഹം തന്റെ ആവശ്യങ്ങൾ നിർവഹിക്കുമായിരുന്നു. റസൂൽ അവിടെ നിർവഹിക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. ഇങ്ങനെ അദ്ദേഹം ഈ പ്രവൃത്തികളിൽ റസൂലുള്ളാഹിനെ അനുധാവനം ചെയ്യുമായിരുന്നു. പക്ഷേ അതിൽ ഉമറിനെ പോലുള്ള ആയിഷ റളിയല്ലാഹു തആലയെ പോലുള്ളതായ മഹത്തുക്കൾ പറഞ്ഞതുപോലെ തന്നെ അത്തരം പ്രവൃത്തികളിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ അനുധാവനം ചെയ്യൽ ഇല്ല. പിന്നെയോ ആ അനുധാവനം ചെയ്യൽ നമുക്ക് ബാധകമാകാൻ നമ്മൾ ചെയ്യേണ്ടത് റസൂലുള്ളാഹി നമുക്ക് കൂടി അത് ബാധകമാക്കുമ്പോഴാണ് ഒരു കൽപ്പനയിലൂടെ. അതാണ് അതിലുള്ള ഒരു മനസ്സിലാക്കേണ്ടതായ അടിസ്ഥാനം. ഇപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഉറങ്ങി കിടന്ന്, റസൂലുള്ളാഹി കിടന്നത് അവിടെ ഈത്തപ്പൻ്റെ പട്ട മെടഞ്ഞ തടുക്കിലാണ്.